പത്തനംതിട്ട ആറന്മുളയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കാൽനട യാത്രക്കാരന് പരിക്ക്. മാലക്കര സ്വദേശിയായ 65-കാരനാണ് പരിക്കേറ്റത്. കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു ആക്രമണം. നന്ദുഷ വിവരങ്ങൾ നൽകും. നന്ദുഷ, ദൃശ്യങ്ങളിൽ നിന്ന് ആക്രമണം വ്യക്തമാണ്. അദ്ദേഹം നിലത്ത് വീണുപോയിരിക്കുകയും ചെയ്തിരിക്കുന്നു. പരിക്ക് സാരമുള്ളതാണോ? എപ്പോഴുണ്ടായ സംഭവമാണ്? ജിൽസി, കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഈ കാട്ടുപന്നി ആക്രമണം ആറന്മുളയിലെ മാലക്കരയിൽ ഉണ്ടായത്. നടന്നു പോവുകയായിരുന്നു, അതായത് ഉച്ച സമയത്ത് നടന്നു പോവുകയായിരുന്ന 65 വയസ്സുള്ള വയോധികന് നേരെയാണ് പിന്നിലൂടെ ഓടി വന്ന കാട്ടുപന്നി ഇടിച്ച് വീഴ്ത്തുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ഭയങ്കര ഭയാനകമായ ഒരു ദൃശ്യമാണത്. കാരണം ആ ഇടികൊണ്ട ആ വൃദ്ധൻ തലയിടിച്ചാണ് നിലത്ത് വീഴുന്നത്. നട്ടുച്ചയ്ക്കാണ് ആ സമയം എന്നുള്ളത് അതിൻ്റെ ആ ഒരു വ്യാപ്തി, ആ ഭയത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ മേഖലകളിൽ മാസങ്ങളായി തന്നെ കാട്ടുപന്നി ശല്യം അതിരൂക്ഷമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. കൃഷി നാശം ഉൾപ്പെടെയുള്ള പല പല ശല്യങ്ങളും കാട്ടുപന്നി മൂലം ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ആളുകൾക്ക് നേരെയുള്ള ഒരു ആക്രമണം ഇത് ആദ്യമായിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. സമീപത്തെ വീട്ടിലെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഉച്ച സമയത്ത് നടന്നു പോവുകയായിരുന്ന വയോധികൻ്റെ പിന്നിലൂടെ എത്തിയ കാട്ടുപന്നിയാണ് ഈ രീതിയിൽ അദ്ദേഹത്തെ ക്രൂരമായി ആക്രമിച്ച് മടങ്ങിയത്. പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള കാട്ടുപന്നിയെ നിയന്ത്രിക്കാനുള്ള പ്രവർത്തനങ്ങളൊന്നും സജീവമല്ല എന്നുള്ളൊരു ആരോപണവും നാട്ടുകാർക്കുണ്ട്. കാട്ടുപന്നി വേട്ടയ്ക്കായി പദ്ധതികൾ ആവിഷ്കരിച്ചെങ്കിലും ഒന്നുപോലും നടപ്പാക്കിയില്ലെന്നും നാട്ടുകാർ പറയുന്നു. ജിൽസി, ഏതായാലും നിലവിൽ പരിക്കേറ്റ ആളുടെ നില തൃപ്തികരമാണെന്നാണ് മനസ്സിലാക്കുന്നത്. തലയ്ക്ക് ചെറിയ രീതിയിൽ ചതവുണ്ടെങ്കിലും മറ്റു പരിക്കുകളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ജിൽസി, ശരി, നന്ദുഷയാണ് വിവരങ്ങൾ നൽകിയത്.